വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും പുതിയ പതിപ്പായ സ്ലീപ്പർ ട്രെയിനുകളെക്കുറിച്ചുള്ള വാർത്തകളും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന പദ്ധതികളിലൊന്നായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വിലയിരുത്തപ്പെടുന്നത്. ജനുവരി 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്തിന് സമർപ്പിക്കും. ഗുവാഹത്തിയും കൊൽക്കത്തയും ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ട്രെയിനിന്റെ ആദ്യ സർവീസ് ആരംഭിക്കുക. നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് യാത്രക്കാരിൽ നിന്ന് ലഭിച്ച മികച്ച പ്രതികരണമാണ് സ്ലീപ്പർ പതിപ്പിന് വഴിയൊരുക്കിയത്. ദീർഘദൂര യാത്രകൾ കൂടുതൽ സുഖകരമാകുന്ന രീതിയിൽ അടിമുടി നവീകരിച്ച സംവിധാനങ്ങളോടെയാണ് പുതിയ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നത്. ഒരു ട്രെയിനിന്റെ ശക്തി അതിന്റെ ഘടകങ്ങളാണെന്നതിൽ സംശയമില്ല. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഏകദേശം 72 കമ്പനികളുടെ സംയുക്ത പരിശ്രമമുണ്ട്. ലോകോത്തര നിലവാരമുള്ള ട്രെയിനാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മേധ, ടാറ്റ, അമിത് എഞ്ചിനീയറിംഗ്, നോർബ്രംസ്, ഫേഗ്ലി, ഭേൽ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളാണ് ട്രെയിനിനായി ഉയർന്ന നിലവാരമുള്ള ഘടകങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് പരമ്പരാഗത എഞ്ചിൻ ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഓരോ കോച്ചും സ്വതന്ത്രമായി പവർ കാറായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ട്രെയിൻ സഞ്ചരിക്കാൻ ആവശ്യമായ സാങ്കേതിക ഘടകങ്ങൾ നൽകുന്നത് മേധയാണ്. ട്രാൻസ്ഫോമർ, അണ്ടർഫ്ലോർ മോട്ടോറുകൾ, പാന്റോഗ്രാഫ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിലെ സീറ്റുകളാണ്. ടാറ്റയുടെ ഒരു അനുബന്ധ സ്ഥാപനമാണ് നവീകരിച്ച സീറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് ആഡംബരവും പരമാവധി സൗകര്യങ്ങളും നൽകുന്ന രീതിയിലാണ് സീറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിമാനയാത്രയിൽ ചിലപ്പോഴുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലാണ് AC സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനെയും ഇന്ത്യൻ റെയിൽവേ ഒരു VIP ആയി കണക്കാക്കുമെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സീറ്റുകളോ ക്വാട്ടകളോ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്കും റെയിൽവേ ജീവനക്കാർക്കും പ്രത്യേക റിസർവേഷനുകളുമില്ല. കംഫർട്ട് ടിക്കറ്റുകൾ മാത്രമായിരിക്കും അനുവദിക്കുക. അതിനാൽ തന്നെ നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റുകൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ കാണാനിടയില്ല. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണ യാത്രയിൽ ഒരു നിർണായക ചുവടുവെപ്പാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പൂർണ്ണമായും സ്വദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്തതാണ്. യാത്രക്കാരുടെ സുരക്ഷയും സുഖവും മുൻനിർത്തിയാണ് കോച്ചുകളുടെ രൂപകൽപ്പന. ആധുനിക സ്ലീപ്പർ കോച്ചുകൾ, സുഖകരമായ ബർത്തുകൾ, കൂടുതൽ സ്വകാര്യത നൽകുന്ന കർട്ടനുകൾ, മെച്ചപ്പെട്ട വായു സഞ്ചാരം, വേഗതയും കാര്യക്ഷമതയും. പരമ്പരാഗത സ്ലീപ്പർ ട്രെയിനുകളേക്കാൾ ഉയർന്ന ശരാശരി വേഗത, സുരക്ഷാ സംവിധാനങ്ങൾ, കവച പോലുള്ള അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മാർട്ട് സൗകര്യങ്ങൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, GPS അടിസ്ഥാനമാക്കിയുള്ള യാത്രാ വിവരങ്ങൾ, LED ലൈറ്റിംഗ്, ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവും, ബയോ ടോയ്ലറ്റുകൾ, ഊർജ്ജക്ഷമമായ സംവിധാനങ്ങൾ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര യാത്രകളെ കൂടുതൽ വേഗതയുള്ളതും സുരക്ഷിതവും സൗകര്യപ്രദമായതുമാക്കുന്നു. രാത്രി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഹോട്ടൽ നിലവാരത്തിലുള്ള വിശ്രമം ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണം. സമയലാഭവും യാത്രാസുഖവും ഒരുമിച്ച് നൽകുന്നതിലൂടെ വിമാനയാത്രയ്ക്കും സ്വകാര്യ ബസ്സുകൾക്കും ഒരു മികച്ച പകരമാവാൻ ഈ ട്രെയിനുകൾക്ക് കഴിയും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു പ്രധാന സംരംഭമാണ്. ഇത് രാജ്യത്തെ റെയിൽവേ വ്യവസായത്തിനും തൊഴിൽ സൃഷ്ടിക്കും വലിയ പിന്തുണ നൽകുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്. വേഗത, സുരക്ഷ, സൗകര്യം എന്നിവയുടെ മികച്ച സമന്വയത്തിലൂടെ ദീർഘദൂര റെയിൽ യാത്രയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ട്രെയിനുകൾക്ക് കഴിയും. യാത്രക്കാരുടെ പ്രതീക്ഷകൾക്കൊത്ത ഒരു ആധുനിക ഇന്ത്യയുടെ റെയിൽ ഐക്കണായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.